അതൊക്കെ സർക്കാർ കാര്യങ്ങളാണ്. അതൊക്കെ പോലീസ് സേനയിലെ സ്വാഭാവികമായിട്ടുള്ള ഫയൽ നീക്കങ്ങളാണ്. അതെല്ലാം മന്ത്രി വിളിച്ച ഫോൺ എടുക്കാത്ത ഒരാളെ പോലീസ് മേധാവിയാക്കുന്ന അത് അപ്പം ആലോചിക്കാം. പോലീസ് മേധാവി ആകുമ്പോൾ ആലോചിക്കാം. അങ്ങനെ ആകാൻ വഴിയില്ല. കാരണം സംസ്ഥാനത്തെ ഒരു മന്ത്രി ഫോൺ ചെയ്താൽ എടുക്കാൻ നേരമില്ലാത്ത ഒരാൾ, ഒരു വട്ടമല്ല പലവട്ടം വിളിച്ചാലും ആ ഫോൺ അറ്റൻഡ് ചെയ്യാൻ കഴിയാത്ത ഒരാൾ, RSS നേതാക്കന്മാരെ ഒരു വട്ടമല്ല പലവട്ടം കാണാൻ നേരെ ഉള്ള ഒരാൾ, പിന്നെ പലവിധ കാരണങ്ങളാൽ സമൂഹത്തിൽ പലപ്പോഴും ആരോപണ വിധേയനായ ഒരാൾ കേരളത്തിലെ പോലീസ് മേധാവി ആയി എന്ന് നിങ്ങളാരും മുൻകൂട്ടി പറയേണ്ട കാര്യമില്ല. ആകട്ടെ, അപ്പോൾ നമുക്ക് നോക്കാം. അങ്ങനെ ഒരാൾ ആകും മുമ്പ് തന്നെ നിങ്ങൾ മുൻകൂട്ടി ഇങ്ങനെ മഴ പെയ്യും മുമ്പ് കുടപിടിക്കാൻ പറയണ്ട. ആ മഴ പെയ്യാൻ വഴിയില്ല. അപ്പോൾ ആകാൻ സാധ്യതയില്ലെന്നാണ്. ആ മഴ പെയ്യാൻ വഴിയില്ല. രണ്ട് കാരണങ്ങളുകൊണ്ടാണ്. ഒന്ന്, സംസ്ഥാന മന്ത്രി, തൃശ്ശൂരിൻ്റെ ചുമതലയുള്ള സംസ്ഥാന മന്ത്രി എത്ര വട്ടം ഫോൺ ചെയ്തു, എന്നിട്ട് ഫോൺ ചെയ്യാൻ നേരെയില്ല എന്നാണ് നിങ്ങളീ പറഞ്ഞ DGP റിപ്പോർട്ടിൽ ഉള്ളത് എന്ന് ഞാൻ മനസ്സിലാക്കുന്നു. ആ റിപ്പോർട്ടിലെ കാര്യം അങ്ങനെ ആയിരിക്കെ എല്ലാവർക്കും അറിയാം, കേരളത്തിലെ മുഴുവൻ ആൾക്കാർക്കും അറിയാം, ഒന്നിലേറെ പ്രാവശ്യം ഒന്നിലേറെ RSS നേതാക്കന്മാരെ അങ്ങോട്ട് പോയി കണ്ട ഒരാൾ, എന്തിനു വേണ്ടി കണ്ടുവെന്ന് ഇന്നും ആർക്കും വ്യക്തമല്ലാത്ത അത്തരം കൂടിക്കാഴ്ചയിൽ പങ്കാളിയായ ഒരാൾ, അങ്ങനെ ഒരാൾ കേരളത്തിൻ്റെ DGP ആകുമെന്ന് നിങ്ങളൊക്കെ പറയുന്നു. അതേപ്പറ്റി പ്രതികരിക്കാൻ പറയുന്നു. ഞാൻ പറയുന്നു, ആ മഴ പെയ്യും മുമ്പ് കുടപിടിക്കാൻ ഞങ്ങളില്ല. സാധ്യത കുറവാണ്. അപ്പോൾ ഇദ്ദേഹത്തെ പോലീസ് മേധാവി ആക്കാതിരിക്കാൻ ഒന്നിലധികം കാരണങ്ങളുണ്ട്. അല്ല, ഇതെല്ലാം അറിയുന്നത് ഗവൺമെൻറ്റല്ലേ. ഇവിടെയുള്ള ഗവൺമെൻറ്, ഇവിടെയുള്ള ഗവൺമെൻറ് ഒരു ഇടതുപക്ഷ ഗവൺമെൻറ്റാണ്. ആ ഗവൺമെൻറ്റിന് തീർച്ചയായിട്ടും ഗൗരവമുള്ള കാര്യങ്ങളെ അങ്ങനെ തന്നെ കാണാൻ കെൽപ്പുണ്ട്. നയിക്കുന്ന മുഖ്യമന്ത്രിക്ക് ആ രാഷ്ട്രീയ കാഴ്ചപ്പാടുണ്ട്. ആ ഗവൺമെൻറ്റിൻ്റെ ഉള്ളടക്കമായിട്ടുള്ള എല്ലാ പാർട്ടികൾക്കുമുള്ള കാഴ്ചപ്പാട്. അങ്ങനെ നോക്കുമ്പോൾ നിങ്ങളീ പറയും പോലെ, മാധ്യമങ്ങൾ ഊതിപ്പെരുപ്പിച്ച് പറയും പോലെ ഒരു അത്യാപത്ത് വന്നുവെന്ന് ഞങ്ങൾ ധരിക്കുന്നില്ല. വരുമ്പോൾ എപ്പോൾ കാണാം.